സിനിമയിൽ ഇപ്പം നമ്മൾ പറയുന്നു ഈ കോപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ നിന്നാലാണ് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലോടുകൂടി കേൾക്കുന്നു. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ധാർമ്മികതയുള്ള, പൊതുജനത്തോട് ധാർമ്മിക പ്രതിബദ്ധതയുള്ള ഒരു ഫീൽഡാണ്. അവിടെയും മെറിറ്റ് അല്ല ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സോളാർ കേസിൽ ഹൈബീഡനൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നാണ് അല്ലേ? അവരൊക്കെ നല്ല ഭൂരിപക്ഷത്താണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. അപ്പൊ ജനം ഇതൊക്കെ തള്ളിക്കളയുന്ന ഒരു ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആർക്കെതിരെ എന്ത് പരാതി കൊടുത്താലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നേരിട്ട് അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ അത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ്? മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് എന്നോട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ പോകുമ്പോൾ എവിടെ പോകുമ്പോഴും, ഇപ്പൊ ഫിലിം ഫീൽഡിലാണെങ്കിൽ ഒരു ഡിസ്കഷൻ ഹോട്ടൽ മുറിയിലേക്ക് തനിച്ചേലുണ്ടല്ലോ, കൂടെ ആരുമായിട്ടെങ്കിലും പോകല്ലോ, അപ്പൊ ആരും കയറി പിടിക്കാൻ വരില്ലല്ലോ. അങ്ങനെയുള്ളൊരു അഡ്വൈസ് ഒക്കെയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ശിരസ് നമ്മൾ ഉയർത്തി നിന്നാൽ നമ്മുടെ ശിരസ് എന്നും ഉയർന്നു നിൽക്കും. ഒരു സ്ഥാനമാനങ്ങളുടെ പിറകെ പോവാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവരുണ്ടോ ഫീൽഡിൽ? ഉണ്ടായിരിക്കാം. ഈ മോശമായിട്ട് പെരുമാറും ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത അഡ്വൈസ് അതാണ്. അത് എന്തുകൊണ്ടാണ് മോശമായിട്ട് പെരുമാറുന്നത്? ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പൊ വരുന്ന എല്ലാ ഇരകളും വേട്ടക്കാരുടെ അടുത്ത് അവരെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. ഡിസ്കഷനും മറ്റേ കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് അവർക്ക് കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിട്ട് പോയിക്കൂടാ? അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ? ഫ്രണ്ട്സ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് എപ്പോൾ പോയാലും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ അടുത്ത് ആരും അങ്ങനെ പെരുമാറുന്നില്ല. എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നൊന്നുമില്ല. ഇപ്പൊ ജോമോള് പറഞ്ഞു എൻ്റെ കഥയിൽ ആരും മുട്ടാറില്ല എന്ന്. പക്ഷെ മറ്റുള്ളവരുടെ കഥയിൽ മുട്ടുന്നുണ്ട് എന്നാണ് പലരും ഇപ്പൊ തെളിവ് സഹിതം പുറത്തുവിടുന്നത്, ഇല്ലേ? ആ അനുഭവം രാഷ്ട്രീയത്തിലുണ്ട്. അത് സിമി റോസ് ബിൽജോൺ എന്ന നേതാവിനോട് മറ്റ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവര് ആ സമയത്ത് ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതികരിച്ചില്ല? പോസ്റ്റിംഗ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. സിനിമയിലും അങ്ങനെയാണല്ലോ, അവസരങ്ങൾ കിട്ടും, പോപ്പുലർ ആവാം, പ്രശസ്തരാവാം, ഇല്ലേ? അതുപോലെ തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മൾ പ്രശസ്തിയുടെ നമുക്കിതൊക്കെ തരുന്ന നമ്മുടെ കർമ്മം, എൻ്റെ പിതാവിനെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മം ആ കർമ്മം നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും അസംബ്ലിയിലോ പാർലമെന്റിലോ എന്നെ വിടാതിരുന്ന പ്രൊഫസർ KV തോമസ് ഇന്ന് പാർട്ടിയിലില്ല. എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ, ഇല്ലേ? ലീഡർ പറഞ്ഞിട്ട് പോലും അദ്ദേഹം സമ്മതിച്ചില്ല എനിക്ക് എറണാകുളത്ത് മത്സരിക്കാനായിട്ട്. പത്മജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ കൊടുക്കുന്നതിൽ എനിക്കും കൂടി കൊടുക്കുക. അപ്പൊ ആ ചേച്ചിയൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിസ്സഹാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. തോമസ് മാഷ് DCC പ്രസിഡന്റ് ആണ്, സിമി MP ആണ്. പക്ഷെ അന്ന് ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ നടക്കുന്നേ?